ഏയ്, ഇയാളെന്താ ഇവിടെ? വെറുതെ. വെറുതെ? വെറുതെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ എടുത്തുന്ന് പറഞ്ഞ മാല കൊച്ചമ്മയുടെ കുളിമുറിന്ന് കിട്ടുന്നത് വരെ അവരെന്നെ തല്ലിന്നല്ല എനിക്ക്, ഞാൻ കട്ടതാന്ന് പറഞ്ഞില്ലേ. പോട്ടെ, നീ ഒരു മനുഷ്യജീവിയാണെന്ന് ഇതുവരെ അവർക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ്. ഏതായാലും മരിക്കുന്നതിനെ പറ്റിയൊന്നും ഇനി ആലോചിക്കരുത്. ആ വീട്ടിലേക്ക് ഇനി ഞാൻ പോവില്ല. അതിലും ഭേദം മരിക്കുക. ഞാൻ പോവില്ല. കരയാതിരിക്കൂ, നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. കരയാതിരിക്കേ. ഹലോ ഹലോ, ഇത് കേരളാവിലെ ഇരുന്ന് പേசுறே. மிஸ்டர் வைத்தியநாதனை கிடைக்குமா? வைத்தியநாதன், வைத்தி. അയാൾ സ്ഥലത്തില്ല, കമ്പനിക്ക് വേണ്ടി തുണിയെടുക്കാൻ പോയിരിക്കുക. 10 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? 10 ദിവസം എന്നൊക്കെ പറയുമ്പോഴേ അതുവരെ ഇന്ന് രാവിലെ പോയുള്ളൂ എന്ന്. നീ ഒരു കാര്യം ചെയ്യ്, ഒരു 10 ദിവസം എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ചാൽ വീട്ടിൽ നിൽക്കേ. മണികണ്ഠൻ എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. തിരുപ്പൂരിലെത്തിയാൽ ഉടനെ വൈദ്യ എന്നെ ഫോൺ ചെയ്യും. ഒരു ഈച്ച പോലും അറിയാതെ നിന്നെ അവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല. അതെ, ഇത്രയും കൊല്ലം സഹിച്ചില്ലേ, ഇനി കുറച്ച് ദിവസം കൂടെ ക്ഷമിക്കേ. വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഇല്ല, ഞാൻ പോവില്ല. എന്താ, എവിടെയെങ്കിലും പോയി ചാവ്. ആരാത്? വാ 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 ഇരിക്ക്. ഞാൻ നമ്മുടെ പഴയ ആയുധങ്ങളൊക്കെ എടുത്ത് നോക്കിയതാ. അണ്ണ ഉണ്ടായിരുന്നപ്പോ ചെട്ടിയാർ പ്രദേശത്തിന്റെ കച്ചേരി ഇന്ന് വെറുതെ എഴുതി വെച്ചാൽ മതി, ജനം കൂടും. ഞാൻ നാഗസ്വരം, അണ്ണൻ തകില്, അല്ലെങ്കിൽ ഞാൻ തകില്, അണ്ണൻ നാഗസ്വരം. മൂപ്പര് പോയപ്പോ ഇതൊന്നും എടുക്കാറേ ഇല്ല. ഒരു കീർത്തനെ വാശിക്കട്ടുമാ? വേണ്ട വേണ്ട, ഞാൻ വന്നത് വേറൊരു കാര്യത്തിന്. എന്താ? ആ നാടകക്കാരെ ഒഴിപ്പിച്ച മുറിയില്ലേ, അതിന്റെ താക്കോൽ എനിക്കൊന്ന് വേണം. ഇന്നൊരൊറ്റ ദിവസത്തേക്ക് മതി. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കാസർഗോട്ട് നിന്നേ. അവന് തിരിച്ചു പോകാൻ വണ്ടി കിട്ടിയില്ല. അപ്പൊ ഇന്ന് രാത്രി ഒന്ന് താമസിപ്പിക്കാനാ. അവിടെ ആവുമ്പോ രാവിലത്തെ ബസ്സിന് തിരിച്ചു പോകാൻ സൗകര്യമായിരിക്കും. അതിനെന്താ ലക്ഷ്മണ. അവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. കയ്യും കാലും മുഖമൊക്കെ കഴുകി സുഖമായിട്ടൊന്ന് വിശ്രമിക്കേ. എനിക്ക് രാവിലെ കുറച്ച് ജോലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. എന്താ ഒന്നും മിണ്ടാത്തെ? ശരി. പിന്നെ ആത്മഹത്യ ചെയ്തേ തീരുമെന്ന് നിർബന്ധമാണെങ്കിൽ നാടകക്കാരുടെ സാരിയുണ്ട്, മുണ്ടുണ്ട്, മോളിൽ ഫാനുണ്ട്. എൻ്റെ മോളെ പ്ലീസ് ചതിക്കല്ലേ. വാതിലടച്ചു കിടന്നോ.
ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ കൊല. ഇതിൽ രണ്ടിലൊന്നും ഉറപ്പാ. എന്തായാലും സ്വാധീനമുള്ളവരാ, ഒതുക്കും. അങ്ങോട്ടധികം ശ്രദ്ധിക്കാതെ പണിയെടുക്കട പിള്ളേരെ. എന്റെ ബ്ലഡ് പ്രഷർ കൂടി കൂടി വരാണ് കേട്ടോ. ഇതൊന്ന് നോക്കിയേ. സൂസി ആന്റിയും മോളും ഗൾഫിൽ നിന്ന് വന്നപ്പോ എല്ലാരും ചേർന്നെടുത്ത ഫോട്ടോയാ. നോക്കട്ടെ. ആ ലെഫ്റ്റ് സൈഡിൽ വന്നെന്ന് അവളും പെട്ടുപോയി. അന്നതിന് അവക്ക് കുറെ വഴക്കേട്ടെങ്കിലും ഇപ്പൊ ഉപകാരമായി. നോക്കട്ടെ, ഇത് ക്ലിയറാ. ഒന്ന് ബ്ലോ അപ്പ് ചെയ്ത് എടുത്താ മതി. എന്റെ പൊന്ന് സൈമ, നീ ഇതൊരു ആനക്കാരി ആക്കാതെ. ഒരു മനുഷ്യ കുഞ്ഞു പോലും അവളെ തിരക്ക് ഇങ്ങോട്ട് വരത്തില്ല. എന്നാലും നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണ്ടേ? സ്റ്റേഷൻ റെക്കോർഡ്സിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇനി അവൾ എവിടെയെങ്കിലും കിടന്ന് ചത്താലും നമുക്ക് തലയുരാം. മിസ്സിംഗ് കേസാ, ഇതത്ര നിസ്സാരൊന്നുമല്ല. കർത്താവേ, ഇവിടെ ഉള്ള ഒരു പൊന്നുപോലെ കൈവെള്ളയിൽ വെച്ച് വളർത്തിക്കൊണ്ടുവന്ന കൊച്ചാ. പത്രക്കാരെങ്കിലും ചോദിച്ച അളിയൻ ഉടക്ക് വർത്താനം പറയരുത്. അവര് വിചാരിച്ചാ മതി ദേ ഇവൻ അടക്കം തൂങ്ങും. ആ സീഡിയും കാസറ്റും ഒക്കെ കൊണ്ടുവരുന്ന പയ്യനില്ലേ സുനില്, അവൻ ഇവളോട് കൊഞ്ചാനും കൊഴയാനും നിൽക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനതങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. കറക്റ്റാ, ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. ബേബി കുട്ടി, അവൻ ഇപ്പൊ തന്നെ അങ്ങ് പൊക്കിയേരും. യെസ് സർ. പ്രേമ, ഏ? ആകെ കുഴപ്പായിരിക്കുക. ഇവിടെ ഉണ്ടായിരുന്ന വേലക്കാരി പെണ്ണില്ലേ, നേരെ വെളുത്തപ്പോ മുതൽ അതിനെ കാണാനില്ലെന്ന്. സൈമൺ സാറ് വന്ന് നമ്മുടെ പണിക്കാരെയൊക്കെ ഒന്ന് കുടഞ്ഞു. ഞാനുള്ളത് കാരണം അത് അവിടെ കൊണ്ട് തീർന്നു. നമുക്ക് ഇവിടുത്തെ പണി പെട്ടെന്ന് തീർത്തിട്ട് വേഗം സ്ഥലം വിടാ. നീ ഒന്ന് റെഡിയായേ. ഒന്ന് പിടിച്ചേ. ആ, ഓരോരോ മാരണങ്ങൾ വന്ന് പെടണതേ. ഏ ആ, ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്റെ കൂട്ടുകാരൻ പോയിട്ടില്ല, ഉറങ്ങിപ്പോയി. ഇത്രേ ഉറക്കാന്ന് പറഞ്ഞ എന്തൊരു ഉറക്കം. 1 മണിക്കൂറോടെ ഞാൻ വാതിൽ തട്ടി നോക്കിയിട്ടുണ്ട്. ഇനി വന്നേ. എന്താ ഇത്? വാതില് തട്ടുന്നത് പതുക്കെ. വാതില് തട്ടുന്നത് കേട്ട് നോക്കിയപ്പോ അയാളതാ പുറത്ത് നിൽക്കുന്നു. കൂട്ടുകാരനാന്ന് പറഞ്ഞല്ലേ താക്കോല് വാങ്ങിയത്. എന്നിട്ട് എന്നെ കണ്ടാലോ? ഞാൻ നോക്കിയപ്പോ ഇവിടെ കുറെ താടിയും മുടിയൊക്കെ ഇരിക്കുന്നു. പെട്ടെന്ന് ഞാനതെല്ലാം എടുത്തു വെച്ച് ഇവിടെ കിടന്നൊരു ഷർട്ടും എടുത്തിട്ടു. അയക്കെന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. കണ്ണ് ശരിക്കും കാണുന്നില്ല എന്നാ തോന്നുന്നത്. കണ്ണ് കാണുന്നവർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഈ ഷർട്ടും മാറ്റാം. ഈ ഷർട്ട് കേട്ടോ. കുറെ നാളായിട്ട് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തോണ്ട് ഭയങ്കര കടുപ്പം. അയ്യോ, ഇപ്പോഴോ? നീ പോയി ആ കടയിൽ നിന്ന് 2 ചായ വാങ്ങിച്ചോണ്ട. അല്ല, പൈസ വേണ്ട. മറക്കണ്ട, ആൺകുട്ടിയാ. രണ്ട് ചായ. മഹാരാഷ്ട്രയിൽ നിന്ന് തുണികളും എടുത്ത് വൈദ്യനാഥൻ തിരുപ്പൂരെത്തുന്നതുവരെ നീ ഇനി ആൺകുട്ടിയാ. 10 ദിവസം എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരല്ലേ, 2-3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആയെന്ന് വരും. ഞാൻ പറഞ്ഞാൽ നിനക്ക് അവൻ്റെ ബനിയും കമ്പനി ജോലി കിട്ടും, ഉറപ്പാ. അപ്പോഴത്തേക്കും ഇവിടുത്തെ പുകിലൊക്കെ അങ്ങ് തീരുകയും ചെയ്യും. ഇനി പഴയ പോലെ പേടി, സങ്കോചം ഇതൊന്നും പാടില്ല. നല്ല സ്മാർട്ടായിരിക്കണം.
എന്നെ കണ്ടാ കിണ്ണം കട്ടു എന്ന് പറയുമെന്ന ഭാവത്തിൽ നടന്നാൽ ഇപ്പൊ നീ മാത്രമല്ല ഞാനും അകത്താവും. ആ, കുറ്റം ചെയ്യുന്നവരെ പോലെ തന്നെ തെറ്റുകാരാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ. An abettor is as guilty as the criminal. മനസ്സിലായോ? ഇല്ല. മനസ്സിലാക്കണ്ട. നിനക്കൊരു പേര് വേണ്ടേ? മുരുകൻ മതി. അയ്യേ, എൻ്റെ സുഹൃത്തിൻ്റെ അനിയനാവുമ്പോൾ നമുക്ക് ഈ മുരുകനെ ഒന്ന് മലയാളി കടിച്ചാലോ? വേലായുധൻ. വേലായുധൻ കുട്ടി അതെങ്ങനെയുണ്ട്? മതി. വേലായുധൻ കുട്ടി എന്നല്ല എന്തോന്ന്. എന്തോ ആ, വേലായുധൻ കുട്ടി. എന്തോ അയ്യോ, എവിടെയാടാ പെണ്ണ്? എനിക്കൊന്നും അറിയത്തില്ല സാറേ. എന്നെ തല്ലല്ല സാറേ. അയ്യോ സാർ, സത്യമായിട്ടും എനിക്കൊന്നും അറിയത്തില്ല. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റും നോക്കട്ടെ. എവിടെയാടാ പെണ്ണെ കൊണ്ട് വളർത്തിയിരിക്കുന്നത്? എനിക്കറിയില്ല സാറേ. ഏതാ അമ്മേ പ്രേമേട്ടന്റെ കൂടെ ഒരു ചെറുക്കൻ? ചെറുക്കനോ? ആ, ഒരു സുന്ദര കുട്ടപ്പൻ. ഞാൻ അവിടെ ഉള്ളപ്പോഴേ രണ്ടാളും കൂടി കയറി വന്നത്. എന്നാ പിന്നെ നിനക്ക് ചോദിക്കായിരുന്നില്ലേ പ്രേമനോട്? ഞാൻ ചോദിച്ചില്ല. ആ, അവരുടെ ഏതേലും പരിചയക്കാരായിരിക്കും. അയാൾ അവിടെ ആക്കിയിട്ട് പ്രേമേട്ടൻ പോവുകയും ചെയ്തു. കണ്ടിട്ടൊരു കള്ള ലക്ഷണമുണ്ട്. നീ ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞു വിരിച്ചിട്. ഒന്ന് പിടിച്ചേ. ആ, പഞ്ചസാര ആ ടിന്നിലുണ്ട്. ആ, അതല്ല. അത് കൊള്ളാം. വിരുന്നുകാരനെ കൊണ്ടാണോ മാഷ അടുക്കളപ്പണി ചെയ്യിപ്പിക്കുന്നേ? ഏയ്, വിരുന്നുകാരനൊന്നുമല്ല, പ്രേമന്റെ ഒരു പരിചയക്കാരന്റെ അനിയനാ. അവര് ഞാനൊരു കട്ടൻ ചായ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കുന്നില്ല. അവിടുത്തെ ഒരു ഗ്ലാസ് തുടങ്ങി എടുത്തോ സീതമ്മേ. ഓ, എനിക്ക് വേണ്ട മാഷ്. എടാ, നിന്നെ ഈ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ആ, എങ്ങനെ കാണാനാ? ഇവന്റെ നാട് ഇവിടെ അടുത്തൊന്നും അല്ല, പിന്നെ തിരുവനന്തപുരത്ത് നിന്നും പോണം. പണി അന്വേഷിച്ച് നടക്കുമായിരുന്നു. വന്നു പെട്ടത് പ്രേമന്റെ മുന്നിൽ. ചേട്ടനെ വിവരം അറിയിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. കൊണ്ടുപോകുന്നവരെ ഇവിടെ നിൽക്കട്ടെ. എന്താടാ നിന്റെ പേര്? വേലായുധൻ കുട്ടി. വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. നിന്റെ ശബ്ദത്തിന് എന്താടാ ഒരു കനവില്ലാത്തേ? ഞാൻ ഇപ്പോഴവനോടത് പറഞ്ഞതേ ഉള്ളൂ. പണ്ട് ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ ഒരു മാഷുണ്ടായിരുന്നു. ക്ലാസ് എടുക്കുന്നത് പുറത്തുനിന്ന് കേട്ടാ പെണ്ണല്ലെന്ന് ആരും പറയില്ല. പേര് ഭാർഗവൻ എന്നാ, പക്ഷെ പിള്ളേരെ വിളിക്കുന്നത് ഭാർഗവി മാഷ് എന്നാ. നീ എന്തിനാടാ ഇവിടെ കിടന്ന് പരിക്കുന്നേ? വെളിയിലെങ്ങാനും പോയിരിക്കെ. ഒന്നും സൂക്ഷിച്ചോണേ മാഷേ. കാശും പണം ഒന്നും പുറത്തു വെക്കണ്ട. ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒരു കണ്ണ് വേണം. വല്ല തുമ്പും കിട്ടിയോ ചായ? നീ ഇതപ്പോ വന്നു? പിള്ളേര് സ്കൂളിൽ വിട്ടേച്ച് ഞാൻ ഇങ്ങ് പോന്നു. കക്ഷി അവൻ തന്നെ, ആ സീഡിക്കാരൻ പയ്യൻ. ബേബിക്കുട്ടി ചോദിച്ചപ്പോ അവൻ ആദ്യം ഉരുണ്ട് കളിക്കുകയായിരുന്നു. ഏസൈ ഒരുത്തനുണ്ട്, ഒരു പാലാക്കാരൻ. അവൻ നന്നായൊന്ന് പെരുമാറിയപ്പോ പയ്യൻ തത്ത പറയും പോലെ അങ്ങ് പറഞ്ഞു. തഞ്ചാവൂരുള്ള അവന്റെ ഏതോ ഒരു കൂട്ടുകാരന്റെ അടുത്തേക്ക് അയച്ചേക്കുക. പോലീസ് നാളെ അവനെയും കൂട്ടി തഞ്ചാവൂർക്ക് പോകുന്നുണ്ട്. ഭർത്താവേ, അവനെ കണ്ട അങ്ങനെ വല്ലതും തോന്നുവോ? ദീപം ദീപം. എന്താ മാഷേ പുതിയ പതിവൊക്കെ? ആ, ഇന്നാടാ ഇതൊരു വീടായത്. കാണുമ്പോ തന്നെ ഒരു ഐശ്വര്യം തോന്നില്ലേ? കേറി നോക്ക്. വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കി, വലിച്ചുവാരി കിടന്ന അലമാരെല്ലാം അടുക്കി ഒതുക്കി, തുണികളെല്ലാം കഴുകി ഉണക്കി, രാത്രിയിലേക്കുള്ള അത്താഴം വരെ റെഡി. ശരിക്കും ഒരു പെൺകുട്ടി വന്ന് കേറിയതുപോലെ. ദൈവമേ, കൈതൊഴാൻ കേക്കുമാറാകണേ, പാവമാമെന്നെ നീ കാക്കുമാറാകണേ. ഓ, വേലായൻകുട്ടി നമുക്ക് പെട്ടെന്നൊന്നും വിടണ്ട, ഇവിടെ നിന്നോട്ടെ. ഈ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി ശരിയാക്കി കൊടുത്തൂടെ? അതൊന്നും പറ്റില്ല. തിരുവനന്തപുരത്ത് ഫോൺ വന്ന ഉടനെ വിടണം. ഏയ്, മുരുകനെ വിട്ടിപ്പോ കുരങ്ങനെ പിടിച്ച? മുരുകൻ തന്നെയാ. ഓ, അപ്പടിയാ. ഞാൻ വിചാരിച്ചു പൈത്യമായി പോയെന്ന്. കുറച്ച് ഡ്രസ്സുകളാ, മാറാനൊന്നുമില്ലല്ലോ. ഒരു ഊഹം വെച്ച് വാങ്ങിയതാ, പാകമാണോ എന്ന് എനിക്കറിയില്ല. ആ, ഇതെന്തിനാ പാന്റും ഷർട്ടും ഒക്കെ? ഇവിടെ നിൽക്കുമ്പോൾ ഇടാനാണെങ്കിൽ വല്ല ബനിയനോ ടീഷർട്ടോ മതിയായിരുന്നല്ലോ. ആ, ബെസ്റ്റ്. എന്നാ മാഷ് ഞെട്ടി ബോധം കെട്ട് താഴെ വീഴും. ഭയങ്കര ജിം ബോഡിയല്ലേ, പുറത്ത് കാണിക്കാൻ പറ്റുമോ? അതുമല്ല, അയൽപക്കത്തൊക്കെ പെൺപിള്ളേരുള്ളതല്ലേ മാഷേ. ആ, ശരി.